ഓം ശ്രീ സായിരാം. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീദേവി വായിച്ചോളൂ. ഓൺ ചെയ്തോളൂ, വീഡിയോ ഓൺ ചെയ്തോളൂ. ശോഭ വീഡിയോ ഓഫ് ചെയ്തോളൂ. അനുഭവം പറയുമ്പോ ഓൺ ചെയ്താൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പറയൂ ശ്രീദേവി. സായിരാം. ഓം ശ്രീ സായിരാം. പ്രിയപ്പെട്ട വത്സല ചേച്ചി, സതീഷ് മാഷ്, മറ്റെല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിരാം. എന്റെ സായി മാതാവിന്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമം. 1969 ജൂലൈയിൽ ഭഗവാൻ ബാംഗ്ലൂർ കോളേജിൽ ഹോം സയൻസ് വിഭാഗത്തിൽ നടത്തിയ പ്രഭാഷണത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഇത് സത്യസായി വാണി 9ാം ഭാഗം. വായിക്കട്ടെ. ഭാരതീയ സംസ്കൃതിക്ക് പ്രപഞ്ച വ്യാപ്തിയുണ്ട്. അത് പാവനമാണ്, അടിത്തറയുള്ളതാണ്. മാതാക്കളിൽ കൂടിയും അവരുടെ മടിത്തട്ടുകളിലെ കുഞ്ഞുങ്ങളിൽ കൂടിയും ഭാരത സംസ്കൃതിയുടെ വേരോട്ടം നടത്തുവാൻ കഴിയും. മഹിളകളാണ് സംസ്കൃതിയുടെ സൂക്ഷിപ്പുകാർ, ഉത്തേജകർ. പുരുഷന്മാർക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ നാളെയുടെ നേതാക്കളായി തീരുവാനുള്ള ഇന്നത്തെ പെൺകുട്ടികൾ ഈ സംസ്കൃതി പഠിക്കണം. വിദ്യാ നേട്ടത്തിനുള്ള ശ്രദ്ധ ഈ രാഷ്ട്രത്തിൽ തീർച്ചയായും രാഷ്ട്രത്തിന്റെ പെൺകുട്ടികൾ വളരെ വ്യക്തമായി കാണുന്നു. അവരിൽ തീർച്ചയായും പ്രതീക്ഷ അർപ്പിക്കാം. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടി ആയിരിക്കണം, ജീവിക്കാൻ വേണ്ടി ആവരുത്. സ്ത്രീകളെ ശാസ്ത്രങ്ങളും ശ്രേഷ്ഠമായ കവിതകളും ഗൃഹലക്ഷ്മി, ഐശ്വര്യദേവത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ധർമ്മപത്നിയാണ് വൈവാഹിക ജീവിതത്തിന്റെ ചുമതലയും ധർമ്മവും നിറവേറ്റുന്ന ഗൃഹസ്ഥ. ഗാർഹിക ശാസ്ത്രം പഠിക്കുമ്പോൾ വീട്ടിൽ ആനന്ദവും ഐക്യവും ആരോഗ്യവും വളർത്തുന്ന കലയിൽ നിങ്ങൾ ശിക്ഷണം നേടുന്നുണ്ടായിരിക്കാം. ഗൃഹത്തിലെ സമാധാന ഭഞ്ജനം നടത്തുന്ന വിദ്വേഷം, ദ്രോഹചിന്ത, കോപം, മനസ്താപം, അഹന്ത മുതലായ തടസ്സങ്ങളെ തള്ളി ഒതുക്കുന്നത് എങ്ങനെയെന്നും നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം. ജീവിതത്തിന്റെ കാഴ്ചപ്പാടിന് ഒരു ക്രമീകരണ കല പഠിക്കണം. ആ സമനില ഹർഷാദികളിലോ ലാഭനഷ്ടത്തിലോ വിജയ പരാജയങ്ങളിലോ ബാധിതമാകരുത്. ഈ സമനില ഈശ്വര വിശ്വാസത്തിലേ നമുക്ക് ലഭിക്കൂ. ഹൃദയവാസിയായ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ധനത്തിനും ആന്തരിക യാഥാർത്ഥ്യമായ ദൈവത്തിനും ഇടയ്ക്ക് പെട്ടുപോകുന്ന മനുഷ്യന്റെ വൈഷമ്യത്തെ പറ്റി ത്യാഗരാജൻ പാടിയിട്ടുണ്ട്. ത്യാഗരാജൻ ധനത്തെ ദൂരെ എറിഞ്ഞു, ഈശ്വരനെ പുണർന്നു. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിൽ ശ്രദ്ധിക്കണം. അവ കടിഞ്ഞാൺ അഴിച്ചുവിട്ട കുതിരകളെ പോലെയാണ്. കണ്ണും ചെവിയും നാവും കാട്ടുകുതിരകളെ പോലെ അലയുന്നു. പല്ലുകൾക്കിടയിൽ ഒരു തുണ്ട് പോലുമില്ല. ധ്യാനത്തിന്റെ കല പഠിക്കൂ. ധ്യാനത്താൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം. ധ്യാനം ഇച്ഛാശക്തിയെ ഉള്ളിലേക്ക് നയിക്കുന്നു. ധ്യാനം ശാരീരിക അനുഭൂതികളെയും വികാരങ്ങളുടെയും മേൽ ആധിപത്യം നേടുന്നു. ഗൃഹം എന്നാൽ എന്ത്? അത് എങ്ങനെ വീട്ടിൽ നിന്ന് വിഭിന്നമാകുന്നു? ഗൃഹം പ്രേമപൂരിതമാണ്. പ്രേമത്തിലടങ്ങിയ ത്യാഗം അതിലുണ്ട്. പ്രേമം പ്രസരിപ്പിക്കുന്ന ആനന്ദം, പ്രേമം പകരുന്ന ശാന്തി ഗൃഹത്തിന്റെ ചമൽക്കാരമാണ്. മാതാപിതാക്കളും കുട്ടികളും ജീവിതം ചിലവഴിക്കുന്ന വെറും കെട്ടിടമല്ല ഗൃഹം.
കുട്ടികൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുമില്ല. വിദ്യാസമ്പന്നയായ സ്ത്രീകൾ ഇന്ന് ഗൃഹത്തെ ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ്. സാമൂഹ്യ രംഗത്ത് പ്രസിദ്ധി നേടാൻ വേണ്ടി അലസമായി നടന്ന് സമയം പാഴാക്കുന്നു. സാങ്കല്പികമായ അസുഖങ്ങൾക്ക് സ്വയം ചികിത്സ നടത്തുന്ന അവർ കുടുംബത്തിന് ഭാരമായി തീരുന്നു. പൂജാമുറിയായിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ കേന്ദ്രം. പൂക്കളുടെ പരിമളവും അവിടെ നിന്ന് പ്രസരിക്കുന്ന സുഗന്ധവും കുടുംബത്തിൽ വ്യാപിക്കണം. ഗൃഹത്തെ സംശുദ്ധമാക്കണം. വിഗ്രഹം കുടുംബത്തിന്റെ ഹൃദയമാക്കി മാറ്റി മാതാവ് മാതൃക കാണിക്കണം. വിനയത്തിലും ആതിഥ്യ മര്യാദയിലും സത്പെരുമാറ്റത്തിലും സേവാ പ്രവർത്തനങ്ങളിലും മാതാവ് മാതൃകയാകണം. മുതിർന്നവരെ ആദരിക്കുവാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സമയം പകുത്തു വയ്ക്കുന്നതിനും മാതാവ് പ്രേരണ ചെലുത്തണം. ഭർത്താവ് എത്ര അഹംഭാവം നിറഞ്ഞവനും ധിക്കാരിയുമായി കൊള്ളട്ടെ, ക്രമീകൃതമായ ഗാർഹിക സമയവിവര പട്ടികയിൽ ഈശ്വരാരാധന കേന്ദ്രബിന്ദുവായി പാലിച്ചാൽ കുടുംബനാഥനെ ഈശ്വരനെ കേന്ദ്രബിന്ദുവാക്കുന്ന കേന്ദ്രത്തിന്റെ ഗൃഹത്തിന്റെ ശാന്തിയും ആനന്ദവും എന്തെന്ന് മനസ്സിലാക്കാം. വിശ്വാസത്തിന്റെ നെടും തൂണായി ആ വീതിയിലേക്ക് അദ്ദേഹവും എത്തിച്ചേരും. അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം. ഇളം പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ആയമാരെ ഏൽപ്പിച്ചാൽ അവരുടെ ജീവിത രീതികളും സംസാര ശൈലികളും കുഞ്ഞുങ്ങൾ പഠിക്കുക. അമ്മമാർ മരിക്കുമ്പോഴല്ല കുഞ്ഞുങ്ങൾ കരയുക, ആയമാർ മരിക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ കരയുക. അമ്മമാരെക്കാൾ ആയമാരെ ആയിരിക്കും കുഞ്ഞുങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക. പോഷകാഹാരപ്രദവും ശക്തിദായകവുമായിരിക്കും ഗൃഹത്തിലേക്ക് ആവശ്യമുള്ള ആഹാരം അമ്മ തന്നെ പ്രേമത്തോടെ പാകം ചെയ്ത് മന്ദഹാസത്തോടെ അമ്മ തന്നെ വിളമ്പുന്നതാണ് വളരെ നല്ലത്. പ്രഭാതത്തിൽ മാതാപിതാക്കന്മാരെ കാൽ തൊട്ട് വന്ദിച്ചു വേണം അന്നന്നത്തെ ജീവിതചര്യകൾ ആരംഭിക്കുവാൻ. അതുതന്നെ ഗൃഹത്തിൽ ആദരവിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കും. 5 മിനിറ്റ് പൂജാമുറിയിലും മാതാപിതാക്കൾക്ക് നമസ്കാരവുമായിട്ടായിരിക്കണം ദിനചര്യാക്രമം. നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാന ആവശ്യമായി ഉപനിഷത്തുകൾ നിർദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. ഗൃഹം ഒരു ക്ഷേത്രം. കുടുംബത്തിലെ ഓരോ അംഗവും സഞ്ചരിക്കുന്ന ക്ഷേത്രമാണ്. മാതാവാണ് പ്രധാന പുരോഹിത. വിനയം എന്ന സുഗന്ധത്താൽ ഗൃഹാന്തരീക്ഷം നിറയുന്നു. ആരാധന എന്ന ദീപം കൊളുത്തുന്നു. ആ വിളക്കിലെ എണ്ണ പ്രേമവും വിശ്വാസം തിരിയുമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വർഷങ്ങൾ നിങ്ങൾ സ്ഥാപിക്കുന്ന ഭവനങ്ങളിൽ വിവിധ ആരാധനയ്ക്കായി സമർപ്പിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസവും ശക്തിയും ഭക്തിയും സമർപ്പണവും ഇന്നാട്ടിൽ വർദ്ധിച്ചിടുവാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭവനം സദ്ഗുണങ്ങളുടെയും ധർമ്മത്തിന്റെയും പ്രേമത്തിന്റെയും ഇരിപ്പിടമാകട്ടെ. കോപത്തെയും ദുരാഗ്രഹത്തെയും നിയന്ത്രിക്കുക. അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം. അനിയന്ത്രിതമായ സംസാരവും പെരുമാറ്റവുമല്ല. നിങ്ങളൊരു ഭക്തനാണെന്ന് അവകാശപ്പെട്ടേക്കാം. നിങ്ങളുടെ സംസാരത്തിൽ അങ്ങനെയൊന്ന് പ്രഖ്യാപിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ അഹങ്കാരം പോയി എല്ലാവരെയും തുല്യമായി പ്രേമിക്കുന്നില്ലെങ്കിൽ വിഭു ഈശ്വരൻ നിങ്ങളുടെ ഭക്തി കൈക്കൊള്ളില്ല. സത്യസായി സായിരാം. സായിരാം. ശ്രീദേവി ഓഫ് ചെയ്തോളൂ. ശോഭ. ഓക്കെ. സായിരാം. എല്ലാവർക്കും സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം പറയാന് എന്നെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. എനിക്ക് ഒരുപാട് പ്രാവശ്യം ഭഗവാന് പാദ നമസ്കാരം സ്വപ്നത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് കുറച്ചു കാലം മുമ്പുള്ള ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നു. എൻ്റെ അച്ഛൻ, ഞാൻ ശരിക്കും കർണാടകയാണ്, എനിക്ക് 2 ആൺമക്കള്, അവർ 2 ദുബായിലുണ്ട്. എൻ്റെ അച്ഛന് പുത്തൂർ എന്ന് പറഞ്ഞ കർണാടക സ്റ്റേറ്റിലുള്ള വീട്ടുപറമ്പില് ധാരാളം തുളസി ചെടികളും ദർഭപുല്ലും കൂവളങ്ങൾ പിന്നെ പൂജാ സാമഗ്രികൾ എല്ലാം വളർന്നു വന്നിരുന്നു. അവിടുത്തെ മിക്ക അമ്പലങ്ങളിൽ ഉള്ളവർ ദിവസേന ഇവ ശേഖരിച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്. ഒരു ദിവസം പുത്തൂർ സമിതിയുടെ ഭാരവാഹികൾ ആ സമിതിയിൽ ഭഗവാന് വരികയും ഒരു ദിവസം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. 2006 ആഗസ്റ്റ് മാസത്തിൽ പുട്ടപ്പത്തിൽ നടക്കുന്ന അതിരുദ്ധ യാഗത്തിനായി ആവശ്യമായ വസ്തുക്കൾ വേണം എന്ന് അച്ഛനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ അച്ഛന് അവ ശേഖരിച്ചിട്ട് സമിതിയിൽ എത്തിക്കുകയും
നടക്കുകയും ചെയ്തു. കർണാടക സ്റ്റേറ്റിന്റെ യൂത്ത് ഇൻചാർജ് ശ്രീ വിനയൻ ആയിരുന്നു. അന്ന് രാത്രി ഭഗവാൻ അച്ഛന്റെ സ്വപ്നത്തിൽ വന്ന് നിന്റെ പറമ്പിൽ ധാരാളം ചെന്തങ്ക ഉണ്ടല്ലേ എന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം കുറെ ചന്തങ്ക ഇളനീരും ചന്തങ്ക തൈകളും അച്ഛൻ സമിതി മുഖാന്തര പുട്ടപ്പത്തിൽ എത്തിക്കാനാക്കി. അതിരുദ്ര യാഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും അപ്പൊ നമ്മളെ ഭഗവാന് നമ്മളെ യാഗ ഫാമിലി എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചറിയുകയും മുൻനിരയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞങ്ങൾ പറമ്പില് ചെന്തങ്ക ഉണ്ടെന്ന് എങ്ങനെ ഭഗവാൻ മനസ്സിലാക്കി നമുക്കറിയില്ല. യാഗത്തിന് ചെന്നപ്പോൾ ഭഗവാൻ എങ്ങനെ നമ്മളെ തിരിച്ചറിഞ്ഞു എന്നതിനൊക്കെ ഉത്തരമില്ല. എല്ലാ ഭഗവാന്റെ അനുഗ്രഹങ്ങളാണ്. ഇനൊരു അനുഭവം ഞാൻ പറയാം. ഞാനും ഭർത്താവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുട്ടപ്പത്തിയില് സേവാദള സർവീസിന് പോയിരുന്നു. അപ്പൊ ദുബായിലുള്ള മകന്റെ ഫോണ് വന്നു. അമ്മേ ദീപ ഓന്റെ ഭാര്യക്ക് സുഖമില്ല, ഓള് ഗർഭിണിയാണ്, ഓള് ഇടക്കിടക്ക് തലക്കറങ്ങാറുണ്ട്, ഓക്ക് എനിക്ക് ജോലിക്ക് പോവാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അച്ഛനമ്മ വരുവോ ദുബായിക്ക് എന്ന് ചോദിച്ചു. അപ്പം നമ്മള് സേവ കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ടാള് പോയിട്ടാകുമ്പം അവിടെ ദുബായിൽ എത്തിയിട്ടാകുമ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പോലും നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന്. പക്ഷേ അന്ന് രാത്രി ഓള് പ്രസവിക്കുന്ന അന്ന് രാത്രി എനിക്ക് ഭഗവാൻ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, നിന്റെ മരുമോള ഗർഭശിശുവിന്റെ തല പുറത്തേക്ക് വരുന്നില്ല എന്നെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാമി. അപ്പം അത് ഞാൻ എന്നിട്ട് സ്വാമിനെ പ്രാർത്ഥിച്ചുകൊണ്ടിണ്ടായിരുന്നു, ഭഗവാനെ കാക്കണേ, ഭഗവാനെ നമ്മളെ കാക്കണേ, നമുക്കറിയില്ല. എന്നിട്ട് ഞാനിത് മോനി ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഓള് ഓന്റെ ജോലി സ്ഥലത്തല്ല ഓള് പ്രസവിച്ചത്. ഓളെ അമ്മ ഹോസ്പിറ്റലിൽ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഹെഡായിരുന്നു അവിടെ, അബുദാബി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിനി അവര്. അവിടെ പോയിട്ടാകുമ്പോ ഡോക്ടർ ആദ്യം പറഞ്ഞു നോർമൽ ഡെലിവറി അല്ല, സിസേറിയന് വേണ്ട, നോർമൽ ഡെലിവറി ആയിരിക്കും. പക്ഷേ ഞാൻ മോനോട് പറഞ്ഞു, മോനെ സ്വാമി ഇങ്ങനെ പറയുന്നുണ്ട്, നോക്ക്, നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതേ പ്രകാരം തല പുറത്തേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് സിസേറിയൻ വേണ്ടി വന്നു. അപ്പം പൂർണ്ണ വളർച്ച സിസേറിയൻ നടത്തി പൂർണ്ണ വളർച്ച എത്തിയ എൻ്റെ കൊച്ചുമകളെ നമുക്ക് തന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹം അല്ലാണ്ട് വേറെന്തെന്ന് പറയാനാ. ഈ മോളില് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. സായിരാം. ഓഫ് ചെയ്തോള് വീഡിയോ. സായിരാം. സമയമുണ്ട്. മാത്രമല്ല അതിരുദ്ര മഹായജ്ഞത്തിനെ പറ്റിയാണ് ശോഭ നമ്മളോട് പറഞ്ഞത്. അതിന് എനിക്കൊരു അനുഭവം ഉണ്ടായി അന്ന്. അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഓഗസ്റ്റ് 9, 2006 തൊട്ട് പിന്നെ 20-ാം തീയതി വരെ 13 ദിവസം ആയിരുന്നു. 11 ദിവസമാണ് അതിരുദ്ര മഹായജ്ഞം 2006 നടത്തിയത്. ഞാനവിടെ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ പിറന്നാള് ഞാൻ 1946 ഓഗസ്റ്റ് 8 അവിട്ട നക്ഷത്രത്തിൽ പിറന്ന ആളാണ്. അപ്പൊ ഞാനവിടെ എൻ്റെ 60th ബർത്ത്ഡേ ആയതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് ഞാൻ അവിടെ 7-ാം തീയതി എത്തിയതാണ്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ അതിരുദ്ര മഹായജ്ഞം നടക്കാൻ പോകുന്നു എന്നൊക്കെ മകള് പറഞ്ഞു, മമ്മ ഇവിടെ മഹായജ്ഞം നടക്കുകയാണ്, അമ്മയുടെ ബർത്ത്ഡേക്ക് എന്തായാലും ഭഗവാന്റെ ഭയങ്കര അനുഗ്രഹം തന്നെയാണ്. അപ്പൊ ഞാൻ 8-ാം തീയതി പോയിട്ട് 8-ാം തീയതിയും അവിട്ട നക്ഷത്രം 9-ാം തീയതിയും തുടങ്ങുമായിരുന്നു. അങ്ങനെ എൻ്റെ 60th ബർത്ത്ഡേക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു. ഭഗവാൻ പിന്നെ 8-ാം തീയതി വീൽ ചെയറിൽ വരുമ്പോൾ ഞാൻ എൻ്റെ പതിവ് സ്ഥലത്തിരിക്കുമ്പോൾ ഭഗവാൻ എന്നെ നോക്കി അനുഗ്രഹിച്ചിട്ട് പോയി. അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി. അപ്പോൾ പിന്നെ അതിന് പിന്നെ
അതിരുദ്ര മഹായജ്ഞത്തിനെ പറ്റി കുറച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. കാരണം മഹാ അത്ഭുതങ്ങളായിരുന്നു. ഓരോ ദിവസവും ഭഗവാന്റെ ചമത്കാരങ്ങളുടെ ഒരു മഹാവർഷം തന്നെയായിരുന്നു അവിടെ. എങ്ങനെയാന്ന് വെച്ചാൽ വിനയ് കുമാർ എന്ന് വന്നിട്ടുള്ള അദ്ദേഹമാണ് യൂത്ത് ഇൻചാർജ് ആയിരുന്നു. അദ്ദേഹത്തിനെയാണ് ഭഗവാൻ അതിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചത്. അപ്പൊ വിനയ് കുമാറൊക്കെ ഭഗവാൻ പറഞ്ഞു, വെള്ള മാർബിളിലുള്ള അതിമനോഹരമായ ലിംഗമാണ് നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോഴും പിന്നെ മന്ദിരത്തിൽ വെച്ച് പൂജിക്കുന്നുണ്ട്. അതാണ് അതിരുദ്ര മഹായജ്ഞത്തിന് വേണ്ടതെന്ന് സ്വാമി പറഞ്ഞിരുന്നു. അപ്പൊ ഇവര് 2-3 പ്രാവശ്യം നല്ല സുന്ദരമായ പിന്നെ ശിവലിംഗം ഉണ്ടാക്കും മാർബിളില്. പക്ഷെ അത് നടുവിൽ വെച്ച് കീറുക, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. നടുവിൽ വെച്ച് കീറുക, അല്ലെങ്കിൽ ഒരു വിള്ളല് വരിക, അങ്ങനെയൊക്കെ 2-3 പ്രാവശ്യം ആയപ്പോ വിനയകുമാറിന് വലിയ സങ്കടമായി. ഇതിപ്പോ നടക്കുവോ? അപ്പൊ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ എത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് ലിംഗം ശരിയായിട്ട് വരുന്നില്ല. ഒരു പാടുപോലും പാടില്ല ലിംഗത്തില്. അത്ര പ്യുവർ ആയിരിക്കണം. ഒരു രക്ഷയില്ലല്ലോ സ്വാമി, എന്താ വേണ്ടതെന്ന് അറിയില്ല, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന്. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ ശിവലിംഗം ശരിയാവില്ല. 30 വർഷമായിട്ട് രാജസ്ഥാനിൽ ഒരു ശില്പി ഇവിടെ തരുവാനായിട്ട് അതിരുദ്ര ഭഗവാന് സമർപ്പിക്കുവാനായിട്ട് അതിസുന്ദരവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെള്ള മാർബിളില് ഒരു ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി അത് എടുത്തിട്ട് വരൂ, അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണം, അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞു. വളരെ സാധുവായ ഒരു ശില്പിയാണ് രാജസ്ഥാനിലുള്ള. അപ്പം അദ്ദേഹം ഒരു മാർബിളിലൊരു ഇത് ഉണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിച്ച് അതങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാതെ. അതിന് കാലം 30 വർഷം അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് എന്നുള്ള കാലം. അപ്പൊ സമയമാവാതെ ഒന്നും നടക്കില്ല. പക്ഷെ സമയമായാൽ ഭഗവാന്റെ അനുഗ്രഹ വർഷം ഉണ്ടാകും എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണെങ്കിൽ 11 വേദികളായിരുന്നു. പ്രധാന വേദി നടുവിലും 5 10 വേദികൾ താഴോട്ടുള്ള ആ വഴികളിലായിട്ട്, അങ്ങനെ 11 വേദികളില് 121 പൂജാരിമാരും 11 യജ്ഞകുണ്ടങ്ങളും 138 കലശങ്ങളില് 7 പുണ്യനദികളിലെ വെള്ളം കൊണ്ടുള്ള അഭിഷേകവും അതിനുവേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. യജ്ഞമണ്ഡപമാണ് നമ്മൾ അത്ഭുത ായി പോകുന്ന സൗന്ദര്യമായിരുന്നു. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു അലങ്കാര രീതിയാണ്. കാരണം യജ്ഞമണ്ഡലവും അതിന് ഉണ്ടാക്കിയ മണ്ഡപവും അതിന് ചുറ്റുമുള്ള എല്ലാ കുലുവന്ത് ഹാളിലെ വലിയ പിന്നെ അതിന് ചുറ്റുമുള്ള മുഴുവനും ഹാളിലല്ല, ആ യജ്ഞമണ്ഡപത്തിന് ചുറ്റുമുള്ള പ്രധാന സ്ഥലത്തുള്ള എല്ലാം പഴുത്ത അടയ്ക്ക കൊണ്ട് സ്വർണ്ണ വർണ്ണത്തിലായിരുന്നു അലങ്കരിച്ചിരുന്നത്. അത്ഭുതകരമായ ഒരു സൗന്ദര്യമുള്ള ഒരു അലങ്കാരമായിരുന്നു. അപ്പൊ നമുക്ക് തോന്നും ഇങ്ങനെ ആയിരിക്കും ശ്രീരാമന്റെയും ദേവലോകത്തിലെയൊക്കെ യജ്ഞമണ്ഡപങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. അത്രയ്ക്ക് അതിസുന്ദരവും അതിശ്രേഷ്ഠവുമായ അലങ്കാരങ്ങളായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ പ്രധാന പൂജാരി സ്വാമിയെ 9-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഉദ്ഘാടനം. അതായത് പിറ്റേ ദിവസം തൊട്ടാണ് പൂജ തുടങ്ങുക. അന്ന് ഭഗവാനെ കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ, അപ്പൊ 2:30 മണിക്ക് വേദോച്ചാരണങ്ങളും, എല്ലാ പൂജാരിമാരാണ് വേദോച്ചാരണങ്ങളും. പിന്നെ പൂർണ്ണകുംഭം എടുക്കുന്ന പ്രധാന യജ്ഞപതി അദ്ദേഹം, അങ്ങനെ അവര് വന്ന് ഭഗവാനെ അലങ്കരിച്ച് ഭഗവാനെ വളരെ സുന്ദരമായിട്ട്, ഭഗവാൻ വീൽ ചെയറിലായിരുന്നു, പക്ഷെ എന്നാലും അതിസുന്ദരമായ ഘോഷയാത്രയായിട്ട് നാദസ്വരവാദനയൊക്കെ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുടിതുടിപ്പ് കൊട്ടിപ്പോവും. അത്രയ്ക്ക് അതിസുന്ദരമായ ഒരു, എന്താ പറയാ, നാദസ്വരവാദന തന്നെ നമുക്ക് കേൾക്കുമ്പോ, കല്യാണങ്ങൾക്കൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. ഇത് പെർഫെക്റ്റ് ആണല്ലോ, പുട്ടപർത്തിയിൽ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ അതിസുന്ദരമായ ഘോഷയാത്രയോടുകൂടി ഭഗവാനെ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഘോഷയാത്ര കഴിഞ്ഞ ശേഷം ഭഗവാൻ ഉപവിഷ്ടനായി. അന്ന് അതിനെപ്പറ്റി, യജ്ഞത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എല്ലാ ദിവസവും നല്ല കലാപരിപാടികൾ, അതായത് ശ്രേഷ്ഠരായ കലാകാരന്മാരുടെ കലാപരിപാടികളും ഭഗവാന്റെ പ്രഭാഷണവും, പിന്നെ യജ്ഞവേദിയിലെ പ്രധാനപ്പെട്ട യജ്ഞാചാര്യന്റെ അദ്ദേഹം വളരെ ജ്ഞാനിയാണ്, അദ്ദേഹത്തിന്റെ പ്രഭാഷണവും ദിവസവും ഉണ്ടായിരുന്നു. ഭഗവാനാണെങ്കിൽ ഈ എല്ലാ കലാകാരന്മാർക്കും എല്ലാവർക്കും ഭഗവാൻ മനസ്സറിഞ്ഞ് സൃഷ്ടിച്ച സമ്മാനങ്ങൾ ഒരുപാട് കൊടുക്കുന്നത് കാണാനുണ്ട്. എൻ്റെ മകള്, അവള് 18 വയസ്സിൽ പുട്ടപർത്തി വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ അവള് പുട്ടപർത്തിയാണ് അവളുടെ വീട്.
അവൾ അങ്ങനെ ഒരു ത്യാഗം അവളുടെ ജീവിതം കൊണ്ട് ചെയ്തതിന്റെ ഫലം മുഴുവൻ എനിക്കാണ് കിട്ടുന്നത്. അപ്പൊ അവളുടെ കെയർ ഓഫിൽ എനിക്ക് വളരെ അടുത്തിരുന്നിട്ട് ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നു പുട്ടപർത്തിയിൽ. അപ്പൊ ഞാൻ ആ യജ്ഞമണ്ഡപത്തിന്റെ വളരെ അടുത്ത് തന്നെയാണ് ഇരുന്നിരുന്നത്, 3-4-5 ലൈൻ അപ്പുറത്ത്. അപ്പൊ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഭഗവാനെ 10-ാം തീയതി രാവിലെ 6:30 മണിക്കാണ് സ്വാമി എഴുന്നള്ളുന്നത്. പ്രാണപ്രതിഷ്ഠ ചെയ്യണം, അതായത് ശിവലിംഗത്തില് പ്രാണപ്രതിഷ്ഠ ചെയ്യണം, അഭിഷേകം കുംഭാഭിഷേകം നടത്തണം, ശിവലിംഗത്തിന് നാമകരണവും ചെയ്യണം. അതിനുവേണ്ടിയാണ് സ്വാമി വരുന്നത്. അങ്ങനെ സ്വാമി ദർശനം നൽകി നേരത്തെ വന്നിട്ട് ഉയർന്ന വേദിയിലാണ്, വലിയൊരു മേശ പോലെ ഒരു വലിയ വേദി ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുവിലാണ് ഈ പിന്നെ ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ മൂടി മാറ്റിയിട്ട് ഭഗവാൻ തന്നെ വന്നു നിന്ന് ഒരു സ്വർണത്തിലുള്ള ത്രിപുണ്ഡ്രം എന്ന് വെച്ചാൽ എന്താണ്, മൂന്ന് ലൈനായിട്ട് വിഭൂതി ശിവലിംഗത്തിൽ ചാർത്തുന്നതിനാണ് ത്രിപുണ്ഡം എന്ന് പറയാ. അതിന്റെ നടുവില് ഭഗവാന്റെ തൃക്കണ്ണിനെ സൂചിപ്പിക്കുന്നതായിട്ട് സ്വാമി ഒരു റൂബി ഉണ്ടാക്കി ആ സ്വർണത്തിന്റെ നടുവിൽ ഒട്ടിച്ചു വെച്ചു. അതിപ്പോഴും നമുക്ക് പുട്ടപർത്തി കാണാം. പക്ഷെ അതിൽ പതിപ്പിച്ചത് നല്ല സ്വർണ്ണ നൂല് കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ത്രിപുണ്ഡ്രം. പക്ഷെ റൂബി അതിൽ ഒട്ടി ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിപ്പോ നമുക്ക് മന്ദിരത്തിൽ പോയാൽ അതിൽ ദിവസവും അഭിഷേകവും പൂജയും ഇപ്പൊ നടക്കുന്നുണ്ട്. സ്വാമി അതിന് സായീശ്വരലിംഗം എന്ന് പേരിട്ടു. അങ്ങനെ ആ ഒരു സ്വർണ്ണ ത്രിപുണ്ഡ്രവും ആ റൂബിയും ആ സായീശ്വരലിംഗവും നമുക്ക് കാണാം. പുട്ടപർത്തിയിൽ വന്ന സമയമുള്ളവർക്ക് രാവിലെ അവിടുത്തെ മന്ദിരത്തിൽ ഇരുന്നിട്ട് 7 മണി തൊട്ടുള്ള പൂജയ്ക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ ഇനി പോകുമ്പം അതിന് ശ്രമിക്കുക. അങ്ങനെയാണ് ഭഗവാൻ അത് സൃഷ്ടിച്ചെടുത്തത്. അപ്പൊ അങ്ങനെ ഒരു പിന്നെ അതിന്റെ നമുക്ക് വർണ്ണിക്കണമെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറും 10 മിനിറ്റ് ഒന്നും പോരാ. അതിനെപ്പറ്റി എല്ലാം പറയണമെങ്കിൽ ഒരു ദിവസം പോലും മതിയാവില്ല. അത്രയ്ക്കധികം അത്ഭുതവും പിന്നെ സൗന്ദര്യവും എല്ലാം തികഞ്ഞ ഒരു സ്വർഗം തന്നെ, സ്വർഗമോ കൈലാസമോ എന്നൊക്കെ വർണ്ണിക്കാവുന്ന രീതിയിലായിരുന്നു കുഞ്ചവന്തവാള്. ഭക്തജനങ്ങളാണെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത്ര ഭക്തജനങ്ങളായിരുന്നു. അപ്പൊ തന്നെ ആ ഒരു വൈബ്രേഷൻ, ഭയങ്കരമായ വൈബ്രേഷനാണ് ഭക്തജനങ്ങൾ കൂടുന്നിടത്ത്. അങ്ങനെ അതിനുള്ളിലുള്ള ആ വൈബ്രേഷനും ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, ഭഗവാൻ പരബ്രഹ്മനായിട്ട് തോന്നുന്ന മാതിരിയുള്ള സൗന്ദര്യത്തോടുകൂടി ശിവശക്തി സ്വരൂപനായിട്ട് തന്നെയാണ് ഭഗവാനെ നമുക്ക് ദിവസവും കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് ഭഗവാൻ എൻ്റെ 60ാമത്തെ ബർത്ത്ഡേക്ക് തരികയുണ്ടായി. അതും കൂടെ ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. സൈറാം. ശോഭ പാടിക്കോളൂ. സൈറാം. സോറി ഭഗവാന്റെ പ്രഭാഷണമാണ്, അത് കഴിഞ്ഞിട്ടാണ് ഭജന. ప్రేమ స్వరూపులారా, embodiments of love. ప్రతి మానవుడు సుఖాన్ని ఆశిస్తుంటాడు. Every man aspires to be happy. దుఃఖాన్ని వలదని విలపిస్తుంటాడు. He feels so sad in times of misery. సత్యము కానీ, అధర్మము కానీ, న్యాయము కానీ, అన్యాయము కానీ రెండు కూడాను కేవలము స్థిరమైనవి కాదు. Righteousness or unrighteousness, justice or injustice, they are not permanent. They do not exist as they are all the time. ఈ మంచి చెడ్డలు రెండు కూడాను ఎక్కడి నుండి పుట్టుచున్నవో దానిని మాత్రమే మానవుడు విశ్వసించి ఆరాధించాలి. Man has to find out the source behind this good and bad, and he should try to know, investigate, explore and adore. ప్రతి మానవుడు నిత్యము సుఖదుఖమును అనుభవిస్తున్నాడు. Every man experiences pleasure and pain every day. రాగద్వేషములను స్వాగతం చేస్తున్నాడు. He welcomes attachment and also hatred. విచార దంపతులను కేవలము ఆహ్వానిస్తున్నాడు. In fact, he is after anxiety and worry.
కానీ ఇట్టి మానవత్వానికి ఎక్కడ శాంతి? How do you expect man to experience peace? సుఖదుఖే సమేకృత్వ అని రెండింటి యొక్క సమత్వాన్ని విశ్వసించినటువంటి వాడే మానవుడు. Is a true man if he develops an attitude of equanimity both in times of pleasure and సుఖమును ఏ pain. రీతిగా స్వాగతం చేస్తున్నాడో దుఃఖమును కూడాను అదే విధంగా స్వాగతం చేయాలి. Just as he welcomes happiness, he should also welcome sadness. ఇట్టి సమతత్వమును కూలిగినటువంటి వాడే నిజమైన మానవుడు. You can call him a true human if he is equal-minded. కనుక రెండింటిని కూడాను మనము సమత్వంగా మనం ఆశించి దివ్యత్వంగా విశ్వసించి ప్రేమతత్వముతో అనుభవించాలి. With the feeling of equal-mindedness, we accept things, understand the divinity over there, and experience with joy and love. സായിരാം ശോഭ പാടിക്കോളൂ. മഹാദേവാ മഹേശ്വര സായി നാരായണ മഹാദേവാ മഹേശ്വര സായി നാരായണ നടനാഗര ദുഃഖഭഞ്ജന സായി നാരായണ നടനാഗര ദുഃഖഭഞ്ജന സായി നാരായണ കരുണാകര അഖിലേശ്വര സായി നാരായണ കരുണാകര അഖിലേശ്വര സായി നാരായണ അല്ലാഹു തും മഹാവീരേഷു സായി നാരായണ അല്ലാഹു തും മഹാവീരേഷു സായി നാരായണ ഹൃദയേശ്വര പതീശ്വര സായി നാരായണ ഹൃദയേശ്വര പതീശ്വര സായി നാരായണ മഹാദേവാ മഹേശ്വര സായി നാരായണ നടനാഗര ദുഃഖഭഞ്ജന സായി നാരായണ കരുണാകര അഖിലേശ്വര സായി നാരായണ അല്ലാഹു തും മഹാവീരേഷു സായി നാരായണ ഹൃദയേശ്വര പതീശ്വര സായി നാരായണ ഹൃദയേശ്വര പതീശ്വര സായി നാരായണ മഹാദേവാ മഹേശ്വര സായി നാരായണ. സായിരാം. സായിരാം. വളരെ ഭാവസാന്ദ്രമായ ഭജന അനുഭവം അങ്ങനെ ഭാവസാന്ദ്രം. ശോഭ നന്നായിട്ട് പാടും. നന്നായിട്ട് ഭജന പാടും. സായി ഉപമ. മൗനം ആത്മസാക്ഷാത്കാരം നേടിയവരുടെ ഭാഷയാണ്. സംഭാഷണത്തിൽ മിതത്വം പാലിക്കുക,
അത് നിങ്ങൾക്ക് ഒരുപാട് വിധത്തിൽ സഹായകമാകും. അത് പ്രേമം വളർത്തും. അത് അശ്രദ്ധയോടെ ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളിൽ നിന്നാണ് തെറ്റിദ്ധാരണകളും കലഹങ്ങളും ഉണ്ടാകുന്നത്. നിങ്ങളുടെ കാല് ഇടറിയാൽ ആ മുറിവ് ഉണങ്ങുന്നതാണ്. പക്ഷേ നിങ്ങളുടെ നാവ് ഇടറിയാൽ അത് മറ്റൊരാളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് ജീവിതകാലം മുഴുവനും വ്രണമായി അവശേഷിക്കും. അതുകൊണ്ട് വളരെ സാവകാശം, വളരെ ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുക. ജയ സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.